ക്ലാസ്സിന് നമസ്കാരം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞതും പഠിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചത് ഗുരുവിൻ്റെ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ആരാണ് ശ്രീനാരായണ ഗുരു? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. 1856 ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രത്തിൽ മരണശാന്തിയും കുട്ടിയമ്മയുടെ മകനായി ചെമ്പേരിയിൽ ജനിച്ചു. നാമെന്നായിരുന്നു ഗുരുവിൻ്റെ വെളുപ്പേര്. ചെറുപ്പകാലം മുതൽ ഗുരു മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഗുരു അറിവ് നേടി. കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായി ഗുരു പോരാടി. 1888 അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ കേരള നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. മതമേതായാലും മനുഷ്യൻ നിന്നാൽ മതി. സംഘടന കൊണ്ട് ശക്തരാക്കി. ഇവയെല്ലാം ഗുരുവിന്റെ മഹത്വചനങ്ങളാണ്. 20 കൃതികൾ ഗുരു രചിച്ചിട്ടുണ്ട്. ദേവദശം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ആദ്യം എഴുതിയ കൃതി ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. വിദ്യാഭ്യാസം കൊണ്ട് നാട് പുരോഗതി ഉണ്ടാകൂ എന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവൻ എന്ന് ഗുരു പറഞ്ഞു. ക്ഷേത്രകാരണമല്ല, വിദ്യയിലെ നിർമ്മാണമാണ് ആവശ്യം എന്ന് ഗുരു അഭിപ്രായപ്പെട്ടു. 1903 സ്ഥാപിതമായ SNDPയുടെ സ്ഥിര അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. നാണയം, പോസ്റ്റ് സ്റ്റാമ്പ് എന്നിവയിൽ പ്രത്യക്ഷപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1928 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം 30 കൊല്ലത്തോളം ഗുരു രോഗബാധിതനായിരുന്നു. മറ്റുള്ളവരുടെ മാറ്റിയ രോഗങ്ങൾ സ്വയം ഏറ്റെടുത്തതാണ് സമ്മതിക്കാരൻ എന്ന് ചിലർ കരുതുന്നു. ഗുരുവിന് അസുഖം വന്നല്ലോ എന്ന് പറഞ്ഞ ഭക്തനോട് രോഗം ശരീരത്തിനാണ്, ആത്മാവല്ല എന്ന് ഗുരു പറഞ്ഞു. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുന്നും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മളെ തീണ്ടുകയില്ല. ഇത് ഗുരുവിന്റെ തിരുവചനമാണ്. സെപ്റ്റംബർ 20 ഏകദേശം 3:30 ഗുരു ദേവദർശനം വഹിച്ചിട്ടുകൊണ്ടിരിക്കെ ഗുരു സമാധിയായി. എല്ലാവർക്കും ഗുരുദേവ ചിന്തയിലും ഗുരുദേവ ദർശനത്തിലും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുദേവൻ ജയിക്കട്ടെ.